RBI ഗവർണർ ശക്തികാന്ത് ദാസ് ഈയിടെ ലോഞ്ച് ചെയ്ത 3 മേജർ ഇനീഷ്യേറ്റീവ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് പ്രവാഹ് പോർട്ടൽ, അതിനുശേഷം വരുന്നതാണ് റീറ്റെയിൽ ഡയറക്റ്റ് മൊബൈൽ ആപ്പ്, അതിനുശേഷം വരുന്നതാണ് നമ്മുടെ ഫിൻടെക് റെപ്പോസിറ്ററി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ പ്രവാഹ് പോർട്ടലിനെ കുറിച്ച് നോക്കാം. പ്രവാഹ് പോർട്ടൽ എന്ന് പറയുമ്പോൾ എന്താണ്? പ്രവാഹ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഫ്ലോയിൽ കാര്യങ്ങൾ നടക്കുക അല്ലേ. RBI നിറയെ ലൈസൻസ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു ബാങ്കിന് ഒരു സ്ഥലത്ത് ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്യണം. അപ്പോൾ അവർ എന്ത് ചെയ്യണം? എനിക്ക് ഇന്ന സ്ഥലത്ത് ബാങ്ക് വേണം, ഇന്ന സ്ഥലത്ത് ബ്രാഞ്ച് ഓപ്പൺ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ RBI ഒരു അപ്രൂവലിന് അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ലൈസൻസിന് അപ്ലൈ ചെയ്യണം. ഇനി ഒരു കമ്പനിക്ക്, ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് FDI ഇൻവെസ്റ്റ് ചെയ്യണം, അതിനുവേണ്ടി ഫണ്ട് റൈസ് ചെയ്യണമെങ്കിലും എന്ത് ചെയ്യണം? നമ്മുടെ RBI അപ്രൂവലിന് അപ്ലൈ ചെയ്യണം. ഇതൊക്കെ എന്താണ്? ഭയങ്കര ലെങ്തി ആയിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് പ്രോസസ് ആണ്. അപ്പോൾ RBI ട്രാൻസ്പെറൻസി കൂട്ടുന്നതിനായിട്ടും ഓരോ ഇൻഡിവിജ്വലിനും കൺവീനിയന്റ് ആയിട്ട് റെഗുലേറ്ററി അപ്ലിക്കേഷൻസ് അപ്ലൈ ചെയ്യുന്നതിനും വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന പോർട്ടലാണ് പ്രവാഹ് പോർട്ടൽ എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ RBI ഒരു റെഗുലേറ്ററി അപ്രൂവലിന് വേണ്ടി അപ്രോച്ച് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ അപ്ലിക്കേഷൻ ഏത് ലെവലിലെത്തി, എവിടെയാണ് നമ്മുടെ അപ്ലിക്കേഷൻ സ്റ്റക്ക് ആയിരിക്കുന്നതെന്നൊന്നും നമുക്ക് അറിയാനായിട്ട് പറ്റില്ല. എന്താണ് നമ്മുടെ കാര്യങ്ങൾ ഡിലേ ആവുന്നതെന്നൊന്നും നമുക്ക് അറിയാനായിട്ട് പറ്റില്ല. പക്ഷെ പ്രവാഹ് പോർട്ടൽ വഴി നമുക്ക് നമ്മുടെ ഓൺലൈൻ ആയിട്ട് നമ്മുടെ അപ്ലിക്കേഷൻ ട്രാക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പൊ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ ഒരു പ്രോഡക്റ്റ് അപ്ലൈ ചെയ്തു, പ്രോഡക്റ്റിന് വേണ്ടി നമ്മൾ പർച്ചേസ് ചെയ്തു. ഈ ഫ്ലിപ്കാർട്ട് പ്രോഡക്റ്റിന്റെ എവിടെ നമ്മുടെ പ്രോഡക്റ്റ് എത്തിയിരിക്കുന്നത്, എപ്പോഴാണ് നമുക്ക് റിസീവ് ആവുക, ഇതൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. അതേപോലെ തന്നെ നമ്മുടെ അപ്ലിക്കേഷന്റെ ലെവൽ ഇപ്പൊ എന്താണ്, എവിടെയാണ് നമ്മുടെ അപ്ലിക്കേഷൻ എത്തിയിരിക്കുന്നത്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ അപ്ലിക്കേഷൻ പ്രോസസ്സിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രവാഹ് പോർട്ടൽ വഴി ട്രാക്ക് ചെയ്യാവുന്നതാണ്. ഇതുവഴി നമ്മുടെ RBI എഫിഷ്യൻസിയും നമുക്ക് സീംലെസ് ആയിട്ടുള്ള ക്ലിയറൻസും അപ്രൂവലും കൂടി RBI നിന്നും ഉറപ്പാവുന്നു. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മേജർ ഇനീഷ്യേറ്റീവ് ആണ് റീറ്റെയിൽ ഡയറക്റ്റ് മൊബൈൽ ആപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ചില സമയത്ത് ഗവൺമെന്റിന് ഒരു ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ആവശ്യമാണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഗവൺമെന്റിന് കുറച്ച് ഫണ്ട് റേസ് ചെയ്യണം. അപ്പൊ നമ്മുടെ റീറ്റെയിൽ ഡയറക്റ്റ് മൊബൈൽ ആപ്പ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഗവൺമെന്റിന് ഫണ്ട് റേസ് ചെയ്യണം. അപ്പൊ ഗവൺമെന്റ് എന്താ ചെയ്യുക? ഗവൺമെന്റ് ഒരു യോജന പുറത്തിറക്കും. എന്നിട്ട് നമ്മളെടുത്ത് പറയും, ഞാനൊരു യോജന പുറത്തിറക്കിയിട്ടുണ്ട്, നിങ്ങൾ എല്ലാവരും അതിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്തോളൂ. ഒരു 10-15 വർഷം കഴിയുമ്പോൾ, അല്ലെങ്കിൽ 5-8-10 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഞാനിത് ഡബിൾ ആക്കി തിരിച്ചു തരാമെന്ന് ഗവൺമെന്റ് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മളടുത്ത് എല്ലായിടത്തും പൈസ ഉണ്ട്, നമ്മളെല്ലാവരും വർക്ക് ചെയ്ത പൈസ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും, ഓക്കെ, ഞാൻ ഈ പൈസ കൊണ്ടുപോയിട്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാം, അപ്പോൾ ഇത്ര വർഷം കഴിയുമ്പോൾ എനിക്കത് ഡബിൾ ആക്കി തിരിച്ചു കിട്ടുമല്ലോ. ഗവൺമെന്റ് അങ്ങനെ ഒരു സ്മാർട്ട് വർക്ക് ചെയ്ത് യോജന വഴി ഫണ്ട് റേസ് ചെയ്യുന്നു. ഇങ്ങനെ ബാങ്ക് പുറത്തിറക്കുന്ന യോജനയിൽ പൈസ നിക്ഷേപിക്കണമെങ്കിലോ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യണമെങ്കിലോ നമ്മൾ ബാങ്കിങ് ചാനലിനെ അപ്രോച്ച് ചെയ്തിട്ടായിരുന്നു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മുടെ റീറ്റെയിൽ ഡയറക്റ്റ് മൊബൈൽ ആപ്പ് എന്തിനാണ് കൊണ്ടുവന്നിരിക്കുന്നത്? ഇനി നമുക്ക് ബാങ്കിങ് ചാനലിനെ അപ്രോച്ച് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അതിനു പകരം നമ്മുടെ ഫോണിലുള്ള റീറ്റെയിൽ ഡയറക്റ്റ് മൊബൈൽ ആപ്പ് വഴി ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇനി മുതൽ ചെയ്യാവുന്നതാണ്. നമ്മുടെ അടുത്ത മേജർ ഇനീഷ്യേറ്റീവ് ആണ് ഫിൻടെക് റെപ്പോസിറ്ററി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ഫിൻടെക് എന്ന് പറഞ്ഞാൽ? എഡ്ടെക് എന്ന് നമ്മൾ പൊതുവെ കേട്ടിട്ടുണ്ടാവും അല്ലെ, അതായത് എഡ്യൂക്കേഷൻ ടെക്നോളജിയിൽ കൂടി തരിക. നമ്മുടെ സൈലം ഒരു എഡ്ടെക് പ്ലാറ്റ്ഫോം ആണ്. അതേപോലെയാണ് ഫിൻടെക് എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ഫിനാൻസ് പ്ലസ് ടെക്നോളജി. ഫിനാൻസും ടെക്നോളജിയും കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള സാധനമാണ് ഈ ഫിൻടെക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ചുറ്റും നിറയെ ഫിൻടെക് കമ്പനീസ് ഉണ്ടാവും. ഈ കമ്പനികളിൽ എങ്ങനെയാണ് വർക്ക് നടക്കുന്നത്, ഇതൊക്കെ അപ്രൂവ്ഡ് ആയിട്ടുള്ളതാണോ, ഈ ഫിൻടെക്കിലുള്ള ക്രെഡിറ്റ് കാർഡ് നമുക്ക് എടുക്കാൻ പറ്റുമോ, എങ്ങനെയാണ് ഇവിടുത്തെ ആക്ടിവിറ്റീസ് മുന്നോട്ട് പോകുന്നത്, ഇവർ ഏത് ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്, ഇതൊക്കെ നമുക്ക് ഫിൻടെക് റെപ്പോസിറ്ററിയിൽ വഴി ലഭിക്കുന്നതാണ്. അപ്പൊ ഇതാണ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഫിൻടെക് റെപ്പോസിറ്ററി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രവാഹ് പോർട്ടൽ, റീറ്റെയിൽ ഡയറക്റ്റ് മൊബൈൽ ആപ്പ്, ഫിൻടെക് റെപ്പോസിറ്ററി, ഈ 3 മേജർ ഇനീഷ്യേറ്റീവ്സ് ലോഞ്ച് ചെയ്ത ബാങ്കിന്റെ പേര് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക.